നമസ്കാരം. ഏതും ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 3 മാസങ്ങളിൽ റിലീസാവാൻ പോകുന്ന മലയാള ചിത്രങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എല്ലാ സിനിമകളെ കുറിച്ചും ഇവിടെ സംസാരിക്കുന്നില്ല. ഈ 3 മാസത്തിനുള്ളിൽ റിലീസ് ചെയ്യാൻ പോകുന്ന 7 ചിത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ 7 ചിത്രങ്ങൾ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ അഭിനയിച്ച ചിത്രങ്ങളാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ 7 ചിത്രങ്ങളെ കുറിച്ച് പറയുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പ്രിയപ്പെട്ടവരെ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഏതായാലും നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഒക്ടോബർ 15 ആയിരിക്കുന്നു. ഇനി ഈ മാസം അവസാനിക്കാൻ കേവലം 16 ദിവസങ്ങളെ ബാക്കിയുള്ളൂ. എന്തായാലും ഈ 16 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ 2 മലയാള സിനിമകളാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിലൊന്ന് നവാഗതനായ നൗഫൽ അബ്ദുള്ള സംവിധാനം ചെയ്യുന്ന മാത്യു തോമസ് നായകനായ നെല്ലിക്കാമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന ചിത്രമാണ്. ഒരുപാട് പേർക്ക് വലിയ പ്രതീക്ഷകളുള്ള ഒരു ചിത്രം കൂടിയാണ് നെല്ലിക്കാമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ്. എന്തായാലും നിലവിലുള്ള വിവരങ്ങൾ അനുസരിച്ച് ഒക്ടോബർ 24-ാം തീയതി ഇത് കേരള ബോക്സ് ഓഫീസിൽ റിലീസ് ചെയ്യുമെന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചത്. ഈ ഒക്ടോബർ മാസം റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ചിത്രമാണ് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് പ്രണവ് മോഹൻലാൽ നായകനാകുന്ന ഡീസ് ഇറ എന്ന ചിത്രം. മൂഡ് ത്രില്ലറായ ഈ ചിത്രം വലിയ പ്രതീക്ഷകളോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. അതിന് പല എലമെന്റ്സ് ഉണ്ട്. ഒന്ന് പ്രണവ് മോഹൻലാൽ, മറ്റൊന്ന് രാഹുൽ സദാശിവൻ എന്ന ഡയറക്ടർ തന്നെ. അദ്ദേഹത്തിന്റെ ഇതിന് തൊട്ടു മുമ്പുള്ള ചിത്രം എന്ന് പറയുന്നത് ഭ്രമയുഗം എന്ന ചിത്രമായിരുന്നു. ആ ചിത്രം കേരളത്തിൽ വലിയ രീതിയിലുള്ള തരംഗമാണ് ഉണ്ടാക്കിയത്. എന്തായാലും ഡീസ് ഇറ എന്ന ചിത്രത്തിലൂടെയും ആ തരംഗം അദ്ദേഹം നിലനിർത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒക്ടോബർ 31-ാം തീയതിയാണ് നിലവിൽ ഈ ചിത്രത്തിന്റെ ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത്. ഒക്ടോബറിന് ശേഷം നവംബറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 3 ചിത്രങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവൽ എന്ന ചിത്രമാണ്. ഈ ചിത്രത്തിൽ മെഗാസ്റ്റാർ നമ്മുടെ സ്വന്തം മമ്മൂക്കയാണ് നായകൻ. വലിയൊരു പ്രതീക്ഷയിലാണ് ആരാധകരും മലയാള സിനിമാ പ്രേമികളും ഈ ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങുന്നത്. നവംബറിലായിരിക്കും ഈ ചിത്രം, നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് നവംബറിലായിരിക്കും റിലീസ് ഉണ്ടാകുക. നവംബർ ഡേറ്റ് ഏതാണ് കൺഫേം ആയിട്ടില്ല. എങ്കിൽ പോലും വലിയ പ്രതീക്ഷയിലാണ് പ്രേക്ഷകരുള്ളത്, ആരാധകരുള്ളത്, മലയാള സിനിമാ സമൂഹമുള്ളത്. ഈ ചിത്രം തിയേറ്ററിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നവംബറിലെ മറ്റു റിലീസ് എന്ന് പറയുന്നത് ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ നായകനായ വിലായത്ത് ബുദ്ധ എന്ന ചിത്രമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ ചിത്രത്തിന് മലയാള സിനിമാ പ്രേമികളും പൃഥ്വിരാജ് ഫാൻസ് ഉൾപ്പെടെ എല്ലാവരും വലിയ കാത്തിരിപ്പാണ്. വലിയ ചരിത്രങ്ങൾ ഈ സിനിമ ഉണ്ടാക്കും എന്ന് തന്നെയാണ് അണിയറയിൽ സംസാരം. ഇതിന്റെ ട്രെയിലർ ഞാൻ കണ്ടിരുന്നു. ആ ട്രെയിലർ കണ്ടപ്പോൾ അത്ര വലിയ ആകർഷകമായിട്ടൊന്നും തോന്നിയിട്ടില്ലെങ്കിലും റിലീസോടുകൂടി എന്താവുമെന്ന് പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ വലിയ ഹിറ്റ് ആവാനും സാധ്യതയുണ്ട്. കാരണം കാന്താര എ ലെജൻഡ് ചാപ്റ്റർ 1 എന്ന ചിത്രത്തിന്റെ ട്രെയിലറൊന്നും വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ കാന്താര നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ വലിയ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതുപോലെ തന്നെ ആട്ടെ, വിലായത്ത് ബുദ്ധ എന്ന ചിത്രവും കേരളത്തിൽ ഉണ്ടാക്കുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നവംബറിലാണ് ഈ ചിത്രം റിലീസ്. കൃത്യമായ ഡേറ്റിൽ ലഭിച്ചിട്ടില്ല. എങ്കിൽ പോലും നവംബർ 2-ാം വാരം ആയിരിക്കും റിലീസ് എന്നാണ് റൂമറുകൾ. നവംബർ റിലീസ് ചെയ്യുന്ന മറ്റൊരു ചിത്രം ബോബി സഞ്ജയുടെ തിരക്കഥയ്ക്ക് അരുൺ വർമ്മ സംവിധാനം ചെയ്ത് ലെസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ബേബി ഗേൾ എന്ന ചിത്രമാണ്. വലിയ രീതിയിലുള്ള കാത്തിരിപ്പാണ് പ്രേക്ഷകർ ഇതിനു വേണ്ടിയുള്ളത്. മാത്രമല്ല, നിവിൻ പോളിയുടെ ഒരു ഇൻഡസ്ട്രിയിലേക്കുള്ള വലിയൊരു കംബാക്ക് മലയാളികൾ, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ആരാധക കൂട്ടങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ബേബി ഗേൾ. എന്തായാലും ഈ ചിത്രവും നവംബർ മാസം അവസാന വാരത്തിലേക്കാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. കൃത്യമായ തീയതി ലഭിച്ചിട്ടില്ല. എന്തായാലും വലിയ രീതിയിലുള്ള കാത്തിരിപ്പാണ് ഈ ചിത്രത്തിന് വേണ്ടി മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ഡിസംബർ മാസത്തിൽ റിലീസ് ചെയ്യുന്ന പ്രമുഖ മലയാള സിനിമകൾ 2 എണ്ണമാണ്. ആദ്യത്തേത് സർവം മായ എന്ന അഖിൽ സത്യൻ ചിത്രം. നിവിൻ പോളി നായകനാകുന്ന ഈ ചിത്രം വലിയ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഫാൻസ് ഉൾപ്പെടെയുള്ള മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത്. വലിയ ഹിറ്റിൽ കുറഞ്ഞത് ഒന്നും തന്നെ മലയാളികൾ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ഡിസംബറിലാണ് ഈ ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാകുക. കൃത്യമായ ഡേറ്റ് ഇപ്പോഴും ഇതിന് ലഭ്യമായിട്ടില്ല. ഡിസംബർ റിലീസാവുന്ന മറ്റൊരു ചിത്രമാണ് ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടൻ എക്സ്റ്റൻഡഡ് ക്യാമിയോ വേഷത്തിലെത്തുന്ന ബ ബ ബ എന്ന ചിത്രം.
നിലവിൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പും പ്രതീക്ഷയുമുള്ള ചിത്രമാണ് ബബ്ബബ്ബ. ഈ ചിത്രം ചെറിയ രീതിയിലെങ്കിലും പോസിറ്റീവ് വന്നാൽ കേരള ബോക്സ് ഓഫീസിൽ വലിയൊരു ചലനമായിരിക്കും ഉണ്ടാക്കുവാൻ പോകുക എന്നതിൽ യാതൊരു സംശയവുമില്ല. ഡിസംബർ മാസം അവസാനത്തിൽ അല്ലെങ്കിൽ പകുതിയോട് കൂടിയാണ് ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ പ്രദർശനത്തിന് എത്തുക എന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത്. കൃത്യമായൊരു ഡേറ്റ് ലഭിച്ചിട്ടില്ല. ഇതിൽ നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമ ഏതാണ്? അതിന്റെ പ്രതീക്ഷകൾ എന്താണ്? ദയവായി കമന്റ് ചെയ്യൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി, നമസ്കാരം.